കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. റഹീസ് റഷീദുണ്ട് കൊടുവള്ളിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, കണ്ണപ്പൻകുണ്ടിലടക്കം രാത്രി മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതായി റിപ്പോർട്ടുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? മലയോര പ്രദേശങ്ങളിലെല്ലാം അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഇന്നലെ വൈകുന്നേരവും കണ്ണപ്പൻകുണ്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അതായത് അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരവും ഉരുൾപൊട്ടൽ ഉണ്ടായി. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആളുകൾ നേരത്തെ തന്നെ അലർട്ടായാൻ പറ്റിയിരുന്നു. ആദ്യ ദിവസം ആളുകൾ കിടന്നുറങ്ങിയ സമയത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായെങ്കിൽ ഇത് ആളുകൾക്ക് ആദ്യം തന്നെ വെള്ളം വരുന്നത് ഈ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ പുഴയിലൂടെ വെള്ളം കളറുമാറി വരുന്നത് കാണുമ്പോൾ തന്നെ ഒന്നല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ കണ്ണപ്പൻപുഴ പ്രദേശത്തുള്ള പുഴയിലൂടെ കലക്കവെള്ളം വളരെ ശക്തിയായി വന്നിരുന്നു. ഈ സമയത്ത് തന്നെ ആളുകളൊക്കെ മാറി. പക്ഷേ കലക്കവെള്ളം വന്ന് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വലിയ മരങ്ങളും പാറക്കെട്ടുകളും ഒലിച്ച് വരാൻ തുടങ്ങിയത്. ആ സമയത്ത് പ്രദേശത്ത് നിന്ന് ആളുകൾ പൂർണ്ണമായും മാറിയിരുന്നു. ആകെ ഒരു വീട്ടിൽ മാത്രം ആള് മാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു. 4 പേരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ആ സൈന്യം ഈ പ്രദേശത്തുള്ളത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. മലയോര പ്രദേശങ്ങളുടെ മുഴുവൻ അവസ്ഥ ഒന്നല്ലെങ്കിൽ ഉരുൾപൊട്ടലിനുള്ള ഒരു സാധ്യത, അതല്ലെങ്കിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, മലവെള്ളപ്പാച്ചിൽ എന്നിവ, മണ്ണിടിയൽ, ഇതൊക്കെ സ്വാഭാവികമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കക്കയത്തിലേക്ക് പോകുന്ന റോഡിൽ അല്പസമയം മുമ്പ് ഒരു മരം വീണ് ഗതാഗതം സ്തംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ റോഡ് ഭാഗികമായാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതും കുറച്ചു സമയമായി നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന്റെ താഴെ 4ാം വളവിൽ വീണ്ടും റോഡിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരു വശത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ. പുലർച്ചെ 5ാം വളവിലും മണ്ണിടിച്ചൽ ഉണ്ടായതായാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഭാഗികമായി ആ ചുരത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലാ ഭരണകൂടം പറയുന്നത് അത്യാവശ്യ സാഹചര്യത്തിൽ മാത്രം ആ റൂട്ടിലൂടെ വാഹനം ഉപയോഗിക്കാവോ അല്ലെങ്കിൽ അതിലെ കടന്നു പോകാവോ എന്നൊരു നിർദ്ദേശമാണ് അവർ പറയുന്നത്. ഏത് സമയത്തും കൂടുതൽ മണ്ണിടിച്ചൽ ചുരത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. കോഴിക്കോട് വഴി താമരശ്ശേരി ചുരം അല്ലെങ്കിൽ മറ്റൊരു വഴി വയനാട്ടിലേക്ക് കയറാനുള്ളത് കുറ്റ്യാടി ചുരമാണ്. കുറ്റ്യാടി ചുരത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ വൈകുന്നേരം മണ്ണിടിച്ചൽ ഉണ്ടായി. ഇന്ന് രാവിലെ ചില സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് മാറ്റി. എങ്കിൽ പോലും പൂർണ്ണമായി കുറ്റ്യാടി ചുരത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഭാഗികമായി മാത്രമേ പുനഃസ്ഥാപിച്ചിട്ടുള്ളൂ. അത്തരത്തിൽ കണ്ണപ്പൻകുണ്ടിൽ പല വീടുകളും തകർന്ന് നിലംപരിശായ ഒരു അവസ്ഥയുണ്ട്. വെള്ളമിറങ്ങിയപ്പോൾ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലിന് നശിക്കാതെ ബാക്കിയായിരുന്ന പ്രദേശം കൂടി പൂർണ്ണമായും നശിച്ച ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ കണ്ണപ്പൻകുണ്ടിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും ആ പാലത്തിന്റെ അടിയിൽ നിന്ന് കല്ലുകളും മരങ്ങളുമൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അങ്ങനെ മാറ്റിയാൽ മാത്രമേ ദിശ മാറി ഒഴുകുന്ന പുഴ പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കൂ. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏറ്റവും ദുരിതം കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാത തന്നെയാണ്. 4 സ്ഥലത്ത് കഴുത്തറ്റം വെള്ളം നിൽക്കുന്ന ഒരവസ്ഥ. വെള്ളം ഉടനെ ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം വെള്ളം കയറിയത് പൂനൂർ പുഴയിൽ നിന്നാണ്. പൂനൂർ പുഴയിൽ അതിശക്തമായ ഒരു വെള്ളം ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കലങ്ങി മറിഞ്ഞ വെള്ളമാണ് വരുന്നത്. ഒന്നല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും വനമേഖലയിൽ ഉരുൾപൊട്ടി എന്നാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. റഹീസ്, ഈ കണ്ണപ്പൻകുണ്ടിൽ മലവെള്ളപ്പാച്ചിലും കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുമെല്ലാം ഉണ്ടായിരുന്നു. ഇത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണോ ഈ കണ്ണപ്പൻകുണ്ട്? അവിടെ നിന്നും എത്രത്തോളം ആളുകളെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്കും അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം ആദ്യം ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരുന്നു. കാരണം ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ 15ഓളം വീടുകൾ പൂർണ്ണമായും തകരുകയും 25ഓളം വീടുകൾ ഭാഗികമായി നശിക്കുകയും ചെയ്തിരുന്നു. ഇവരെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഇന്നലെ ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് തന്നെ കൂടുതൽ ആളുകളെ ആ പ്രദേശത്ത് നിന്ന് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രദേശത്തുള്ള ഏകദേശം എല്ലാ ആളുകളും ബന്ധുവീടുകളിലോ ക്യാമ്പുകളിലോ ആണ് ഉള്ളത്. ആ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. കണ്ണപ്പൻകുണ്ടിന്റെ മുകളിൽ മല കാണാം. ആ മലയിൽ വെള്ളം കൂടുതൽ ശക്തമായി വരുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കും. ഇന്നലെയും അത്തരത്തിൽ വളരെ ശക്തമായി വെള്ളം വരുന്നുണ്ട്. ഇന്ന് രാവിലെയും മലയുടെ മുകളിൽ നിന്ന് വളരെ ശക്തിക്ക് വെള്ളം വരുന്നു എന്നാണ് പ്രദേശത്തുള്ള നാട്ടുകാർ പറയുന്നത്. ഒരുപക്ഷെ വീണ്ടും വനത്തിനുള്ളിൽ ഒരു മലവെള്ളപ്പാച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പ്രദേശത്ത് നിന്ന് ആളുകളെ നിലവിൽ സന്നദ്ധ പ്രവർത്തകരെയോ സൈന്യത്തിനെയോ ദുരന്ത നിവാരണ സേനയോ പ്രവർത്തകരെയോ
പ്രവർത്തകരോ മാത്രമാണ് സ്ഥലത്തുള്ളത്. നാട്ടുകാരെ ആരെയും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ അടുപ്പിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസം പുഴ വഴിമാറി ഒഴുകിയത് കൊണ്ട് തന്നെ ഇനിയും വഴിമാറി പുഴ ഒഴുകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടു തന്നെയാണ് ആ പുഴയുടെ തീരത്തുള്ള ആളുകൾക്ക് പുറമെ അതിന്റെ മറ്റു വശത്തുള്ള ആളുകളെയും മാറ്റുന്നത്. കാരണം ഇതുവരെ പുഴ നിറഞ്ഞൊഴുകുമ്പോൾ രണ്ടു വശത്തുള്ള ആളുകളെ മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ പ്രദേശത്ത് പുഴ വഴിമാറി ഒഴുകുന്നത് കൊണ്ട് തന്നെ ഏത് സ്ഥലത്ത് കൂടി വെള്ളം ഒലിച്ചു വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് ആളുകളെ ഈ ഇത് കാണാൻ കുറെ ആളുകൾ എത്തുന്നുണ്ട്. അവരെ അടക്കം അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.